ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ പച്ച പപ്പായ കൊണ്ട് കുറച്ച് മധുരവും എരിവൊക്കെ ഉള്ള ഒരു അടിപൊളി അച്ചാർ. സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ ഡേറ്റ്സ് അച്ചാറല്ലേ വിളമ്പുന്നത്. അപ്പോൾ ബിരിയാണിക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു നാടൻ അച്ചാറാണിത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: പപ്പായ 2 കപ്പ്, എണ്ണ 2 ടേബിൾ സ്പൂൺ, കരിഞ്ജീരകം 1/4 ടീസ്പൂൺ, പഞ്ചസാര 1/4 കപ്പ്, ചതച്ച മുളക് 1/4 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, വെള്ളം 1/2 കപ്പ്, നാരങ്ങ നീര് 2 ടേബിൾ സ്പൂൺ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല വിളഞ്ഞിട്ടൊരു പപ്പായ നിപ്പുണ്ട്. ഇത് ഈ മരത്തിൽ കാച്ചിട്ടുള്ള ആദ്യത്തെ പപ്പായയാണ്. അപ്പോൾ നമുക്ക് ഇത് ഇന്ന് ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. വിളഞ്ഞ പപ്പായ തന്നെ എടുക്കുക അച്ചാറിന്, അല്ലെങ്കിൽ കയ്പ്പ് കാണും ചെറിയ. തോലി ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരു കളയാം. ഇനി അകത്ത് ആ വെള്ള ഭാഗം കൂടി എടുത്ത് കളയാം. അപ്പോൾ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അരിഞ്ഞെടുക്കണം. നമ്മൾ പാവയ്ക്കൊക്കെ മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് അരിയില്ലേ, അത്രയും കട്ടിക്ക് അരിഞ്ഞെടുക്കുക. ഇപ്പം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. കരിഞ്ജീരകം പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ച പപ്പായ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മധുരം മതിയെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്താൽ മതിയാകും. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1/4 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക. ഈ ചതച്ച മുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ചു വരണം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കണം. വെള്ളം വറ്റി വരുമ്പോൾ ഈ പപ്പായ നല്ല ഗ്ലാസ് പോലെ ആവും, നല്ലപോലെ വെന്തും ഇരിക്കും. ഏകദേശം 20 മിനിറ്റോളം എടുക്കും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ പപ്പായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും. പുളിയും മധുരവും എരിവൊക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി അച്ചാറാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഗസ്റ്റ് വരുമ്പോൾ ബിരിയാണിക്ക് ഈ ഒരു നാടൻ അച്ചാർ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.